ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ വിപണികളിലേക്ക് വന്നാൽ വളരെ ശക്തമായിട്ടാണ് വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നത്. 26,000 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി അപ്സൈഡിലെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയകൾ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി അതിന് മുകളിലായിട്ട് ഓൾ ടൈം ഹൈക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യുമോ എന്ന് തന്നെയാണ് നമുക്ക് ഇനി വരുന്ന സെഷനുകളിൽ വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പായിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ് ആദ്യം വരുന്നത്. ആദ്യമായി ഇന്ത്യയുടെ വ്യാപാര ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. ഒക്ടോബറിലെ ഡാറ്റയാണ്. കഴിഞ്ഞ വർഷത്തെ ശക്തമായിട്ടുള്ള അടിത്തറ കാരണം ഒക്ടോബറിൽ വ്യാപാര കമ്മി 11.8% കുറഞ്ഞു. US കയറ്റുമതി വാർഷികാടിസ്ഥാനത്തിൽ 8.5% കുറഞ്ഞു. US ഏർപ്പെടുത്തിയ 50% അധിക തീരുവയാണ് ഇതിന് കാരണമായത്. വാർഷികാടിസ്ഥാനത്തിലുള്ള കണക്കിൽ US കയറ്റുമതി കുറഞ്ഞെങ്കിലും US കയറ്റുമതി പ്രതിമാസം $6.31 ബില്യൺ ഉയരുകയാണ് ഉണ്ടായത്. സെപ്റ്റംബറിൽ അത് $5.47 ബില്യൺ ആയിരുന്നു. 4 മാസത്തിനിടയിലെ ആദ്യത്തെ വർധനവ് കൂടിയാണിത്. വ്യാപാര കമ്മി ഒക്ടോബറിൽ $41.68 ബില്യൺ റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇതിന് കാരണം നോക്കുകയാണെങ്കിൽ ഉത്സവകാല ആവശ്യകതകളും ഉയർന്ന വിലയും കാരണം സ്വർണ്ണ ഇറക്കുമതി കുതിച്ചുയർന്നു. ഇനി എല്ലാവരുടെയും സംശയം ഉണ്ടായിരിക്കുക, ട്രേഡ് ഡെഫിസിറ്റ് ഇത്തരത്തിൽ റെക്കോർഡ് ഹൈ ഒക്കെ എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് തന്നെയായിരിക്കും. രൂപ വീക്കാവാനുള്ള സാധ്യതയുണ്ട്, ഇൻഫ്ലേഷൻ ഉയരാനുള്ള സാധ്യതകളുണ്ട്, ഫോറക്സ് റിസർവുകളിൽ ഒരു പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കൂടാതെ ഗവൺമെൻറ്റും RBIയും പോളിസികൾ ടൈറ്റ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് എത്തരത്തിൽ പോളിസികൾ ടൈറ്റ് ആക്കുകയാണെങ്കിൽ റേറ്റ് കട്ട് വൈകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വ്യൂവിലേക്ക് വരികയാണെങ്കിൽ FIAs വീണ്ടും ഒരു കോഷ്യസ് അപ്രോച്ച് തുടരുന്നതായിരിക്കും. കൂടാതെ കറൻസി സെൻസിറ്റീവ് സെക്ടറുകളായിട്ടുള്ള ഏവിയേഷൻ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എന്നിവ പ്രഷറിലാവാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, 2026 ഫെബ്രുവരി 1 ഞായറാഴ്ചയാണെങ്കിലും ആ സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബഡ്ജറ്റ് ആ ദിവസം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു വാർത്ത വരുന്നു. അന്തിമ സ്ഥിരീകരണം ഡിസംബറിൽ വരും. അടുത്തതായി ധനകാര്യ കമ്മീഷന്റെ ഒരു അപ്ഡേറ്റ് ആണ്. അരവിന്ദ് പനഗരിയുടെ നേതൃത്വത്തിലുള്ള 16ാമത് ധനകാര്യ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്, 7,772 കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. 17 പുതിയ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണ പദ്ധതി ECMS പ്രകാരം 7,172 കോടി വിലമതിക്കുന്ന 17 പുതിയ പദ്ധതിക്കാണ് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ECMS പ്രകാരം ഇപ്പോൾ അംഗീകരിച്ച ആകെ പദ്ധതികൾ 24 65,000 കോടി വർദ്ധിക്കുന്ന ഉൽപ്പാദനം, 11,808 പുതിയ തൊഴിലവസരങ്ങൾ 9 സംസ്ഥാനങ്ങളിലായി വ്യാപിക്കുന്നു. കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, MP, UP, ഗോവ, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ തൊഴിലവസരങ്ങളും കൂടാതെ ഈ പദ്ധതികളും നടപ്പാക്കുക. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ പേര് ജാബിൽ സർക്യൂട്ട് ഇന്ത്യ, യൂനോ മിൻഡ, TE കണക്ടിവിറ്റി, അക്യൂസ്, സിർമ മൊബിലിറ്റി തുടങ്ങിയവയാണ്. ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡിക്സോൺ ടെക്നോളജീസ്, സിർമ SGS, ആംബർ എൻ്റർപ്രൈസസ്, ടാറ്റ LXC, തേജസ് നെറ്റ്വർക്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഓട്ടോ കമ്പോണൻറ്റ് കമ്പനികളായിട്ടുള്ള യൂനോ മിൻഡ, സോന, BLW തുടങ്ങിയ കമ്പനികളും ഫോക്കസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കാണ്. തിങ്കളാഴ്ച US ഓഹരി വിപണികൾ കുത്തനെ ഇടിഞ്ഞു. എൻവിഡിയയുടെ റിസൾട്ട് ഈ ആഴ്ചയാണ് പുറത്തു വരുന്നത്. കൂടാതെ ജോബ്സ് റിപ്പോർട്ടും ഈ ആഴ്ച പുറത്തു വരുന്നുണ്ട്. ഇത് രണ്ടും US മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് തന്നെയാണ്. ഇന്നലെ പ്രധാനമായും S&P 500നെയും നാസ്ഡാക്കിനെയും ഡ്രാഗ് ചെയ്തത് എൻവിഡിയ ആയിരുന്നു. ഏകദേശം 2% അടുത്താണ് ഇന്നലെ ഏർണിങ്സിന് മുന്നേയായി ഇടിഞ്ഞത്. ബുധനാഴ്ചയാണ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ പുറത്തു വരിക. നാസ്ഡാക്ക് ഇപ്പോൾ 50-day EMIക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.72% ഉയർന്നു. വിപ്രോ 0.75% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.26% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ HDFC ബാങ്ക് 1% വർധനവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. US വിപണികളിലുണ്ടായ ഇടിവ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകളിലും കാണാം. കൂടുതൽ ഇടിവുണ്ടാക്കിയത് ജർമ്മൻ മാർക്കറ്റ് DAX ആയിരുന്നു. 1.2% ഇടിഞ്ഞു. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ
ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.85% വലിയ ഇടിവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റും വലിയ ഇടിവിലാണ്, 1.57% ഇടിവിലാണുള്ളത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,991 40 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നമുക്ക് സാധ്യതയുള്ളത്. ഗോൾഡ് പ്രൈസിലേക്ക് വരാം. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1.5% ഇടിവാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 91,960 രൂപയാണ്. കൂടാതെ ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് 0.3% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോഴിത് 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് നിങ്ങൾക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം MQR ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി ബെയർ ക്യാപിറ്റൽസിൻ്റെ യൂണിറ്റ് ബിസി ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ബ്ലോക്ക് ഡീൽ വഴി എൻക്യൂറിൻ്റെ 2% ഓഹരികൾ വിറ്റേക്കും. ബ്ലോക്ക് ഡീൽ സൈസ് 493 കോടി രൂപയാണ്. 1,296.5 രൂപ ഫ്ലോർ പ്രൈസിലായിരിക്കും ഇത് വിൽക്കാൻ സാധ്യതയുള്ളത്. മറ്റൊരു വാർത്തയുള്ളത്, ആസ്ട്രാസിനിക്ക എന്ന കമ്പനിയും സൺ ഫാർമസ്യൂട്ടിക്കൽസും പുതിയ ഒരു പങ്കാളിത്തം രൂപീകരിച്ചു. വൃക്കയുമായി ബന്ധപ്പെട്ട ഒരു മരുന്ന് വ്യത്യസ്ത ബ്രാൻഡ് നാമങ്ങളിൽ ഇരുവരും പുറത്തിറക്കും. അടുത്തതായി WPL എന്ന കമ്പനിയാണ്. അതിൻ്റെ ദക്ഷിണാഫ്രിക്കൻ അനുബന്ധ സ്ഥാപനത്തിന് 426 കോടി രൂപ വിലമതിക്കുന്ന പുതിയ ഒരു വലിയ പ്രൊജക്റ്റ് നേടിയിരിക്കുന്നു. പുതിയ പദ്ധതിയുടെ പൂർത്തീകരണ സമയപരിധി 48 മാസമാണ്. അടുത്തതായി JSW സിമൻറ്റ് നുവാക്ക വെസ്റ്റാസ് എന്ന കമ്പനിയാണ്. ഗുജറാത്തിലെ വജ്രാത് എനർജിയുടെ ഉടമസ്ഥതയിലുള്ള ആൾജിബ്ര എൻഡവറിൽ 100% ഓഹരികൾ നുവാക്കോ വിസ്റ്റാസ് വാങ്ങും. ഇടപാട് മൂല്യം 200 കോടി രൂപയാണ്. അടുത്തത് ഇൻഡോകോം എന്ന കമ്പനിയാണ്. കമ്പനിയുടെ അംബർനാഥ് യൂണിറ്റ് 72 മണിക്കൂറിനുള്ളിൽ അടച്ചുപൂട്ടാൻ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണിത്. അടുത്തതായി JSW എനർജി എന്ന കമ്പനി ധനകാര്യ ഡയറക്ടർ പ്രതേഷ് വിനയ് കമ്പനിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇന്ന് F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ എന്ന കമ്പനി മാത്രമാണ്. ബിഗിനേഴ്സിന് ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ നെറ്റ് ബൈയേഴ്സ് ആയ ദിവസമായിരുന്നു. 442 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത് ക്യാഷ് മാർക്കറ്റിൽ. DIs ആവട്ടെ 1,466 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 26,000 മുകളിലായിട്ട് 26,013 103 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെയും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സൈഡ് വൈസിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഈ സോണിനുള്ളിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു സൈഡ് വൈസിലായിരുന്നു കുറേയേറെ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത്തരത്തിൽ തന്നെയാണ്. ഒന്നുകിൽ അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ നമുക്ക് കാര്യങ്ങൾ ഒരു സൈഡ് വൈസിലായിട്ട് തന്നെയാണ് കാണാൻ കഴിയുക. ഇനി ഒക്ടോബർ 29 ശേഷം ഇതാദ്യമായാണ് നിഫ്റ്റി 26,000 മുകളിലായിട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒക്ടോബർ മാസത്തെ ഹൈ ആയിട്ടുള്ള 26,100 കൂടാതെ ഓൾ ടൈം ഹൈ ലെവൽ 26,277. ഇത് രണ്ടുമാണ് അപ്സൈഡിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി കാണേണ്ട 2 കാര്യങ്ങൾ. ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900 മുതൽ 25,800 വരെയുള്ള ആ ഒരു സോണുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 26,000 സ്ട്രൈക്കിൽ 194% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 5% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,980 സ്ട്രൈക്കിൽ 282% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 29% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 26,050 സ്ട്രൈക്കിൽ 293% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 67% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,100, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,963
446 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. PSU ബാങ്കുകൾ നല്ല നേട്ടമുണ്ടാക്കിയതാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് സഹായകമായത്. കൂടാതെ പുതിയ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 59,000 ഇന്നലെ ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും കൂടിയാണ് ഇന്നലെ ഫോം ആയിട്ടുള്ളത്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 59,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,500. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മളിതിവിടെ ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.